ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഷംജിത്ത് കണ്ണൂരിൽ നിന്നും വരുന്നു. എനിക്ക് 2 വർഷം മുമ്പ് മഞ്ഞപ്പിത്തം വന്നു, കുറച്ച് കൂടുതലായിരുന്നു. രോഗം വന്നത് അറിഞ്ഞിരുന്നില്ല. മദ്യം കഴിക്കാറുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അതിനാൽ രോഗം ലിവറിനെ ബാധിച്ചു. മംഗലാപുരം ഹെഗ്ഡേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് ലിവർ മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എന്നെ മാട്രയുള്ള ഒരു ചേച്ചി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നു. അച്ഛൻ്റെ അനുഗ്രഹവും കിട്ടി. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ പറഞ്ഞു. വരുമ്പോൾ സ്കാൻ ചെയ്യാനും പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ ചെറിയ ഒരു പ്രശ്നമേ ഉള്ളൂ. ഞാനിപ്പോൾ പൂർണ്ണ സന്തോഷവാനാണ്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ഒരു മേജറായിട്ടുള്ള ഒരു അത്ഭുതമാണ്. ലിവർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ സഹോദരൻ ഷംജിത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു കാലത്ത്. സഹോദരൻ തന്നെ കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ സാക്ഷ്യം തന്നതാണ്. പറയാനായിട്ടുള്ള ഒരു ബലം, ഒരു പരിചയം കുറവുള്ളത് കൊണ്ട് എഴുതിയത് വായിക്കുന്നതാണ്. ലിവർ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരുന്ന സഹോദരൻ ഒരു ഹൈന്ദവ കുടുംബത്തിലെ സഹോദരനാണ് ഷംജിത്ത്. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആഴ്ച പോയി സ്കാൻ ചെയ്തപ്പോൾ ഇനി ആ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് മടക്കി വിടുകയും ചെയ്ത വലിയൊരു അത്ഭുതത്തെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എൻ്റെ പേര് ജിഷ ജോസഫ്. 25/11/2024 തിങ്കളാഴ്ച ആവിലാസദനിൽ വന്നിരുന്നു. ഒരു ക്യാൻസർ രോഗിയായ ഞാൻ വീൽ ചെയറിലാണ് വന്നത്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ തുടങ്ങി ബോൺ ക്യാൻസർ വരെ എത്തി നിൽക്കുന്ന ഞാൻ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത്. 1 മാസത്തിൽ കൂടുതലായി നടക്കാൻ കഴിയാതിരുന്ന എന്നെ 3-4 പേര് കൂടി എടുത്താണ് അച്ഛൻ്റെ മുറിയിലെത്തിച്ചത്. അച്ഛൻ തലയിൽ കൈവച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നോട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ കുരിശിൻ തൊട്ടി വരെ നടന്നിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പരസഹായമില്ലാതെ നടന്നു വന്നു. എൻ്റെ വേദനകൾ ഒക്കെ മാറുകയും നടക്കാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് ഈ രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മറ്റൊരു മേജർ മിറക്കിളാണ് ജിഷയുടേത്. ജിഷയുടെ സാക്ഷ്യം യൂട്യൂബിൽ കേട്ടവരൊന്ന് കൈവക്കാവൂ. ഒത്തിരിയേറെ മക്കള് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജിഷ പയ്യാവൂർ എന്നടിച്ചു കഴിഞ്ഞാൽ, ജിഷ പയ്യാവൂർ ആവില എന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജിഷയുടെ സാക്ഷ്യം കേൾക്കാനായിട്ട് സാധിക്കും. 1 മാസത്തിലധികമായിട്ട് ജിഷ വീൽ ചെയറിൽ തന്നെയാണ്. ഒരു പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ജിഷ ഇവിടെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. കർത്താവ് സഹോദരിക്ക് എഴുന്നേറ്റ് നടക്കാൻ, കുരിശടി വരെ നടക്കാൻ, തിരിച്ചു നടക്കാൻ ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കൃപ നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ജിഷയെ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു 100 പേര് ഇവിടെ അച്ഛൻ്റെ മുറിയുടെ മുമ്പിൽ 100 പേരല്ല, അതിൽ കൂടുതൽ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിഷയെ കൊണ്ടുവന്നതും ജിഷ എഴുന്നേറ്റ് നടക്കുന്നതും നേരിട്ട് കാണാൻ സാധിച്ചവരൊന്ന് കരമുയർത്താവോ? പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. യെസ്, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് അനുജ. ഞാൻ കരിക്കോട്ടക്കരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എനിക്ക് 5 വർഷമായി PCOD ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ചെറിയ തടുപ്പും കാണപ്പെട്ടു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ
കെട്ടിയിട്ടു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേ ദിവസം സ്കാൻ ചെയ്യുകയും ചെയ്തു. എനിക്ക് PCOD ഇല്ല എന്ന സ്കാനിങ് റിപ്പോർട്ട് തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പേര് തങ്കമണി, സ്ഥലം ഇരിട്ടി. വർഷങ്ങളായിട്ട് എനിക്ക് മുട്ടുവേദനയും ഉള്ളങ്കാൽ വേദനയുമായിരുന്നു. ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു കുറവും ഉണ്ടായില്ല. ആവില പള്ളിയിൽ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ എൻ്റെ വേദന പൂർണ്ണമായും വിട്ടുമാറി. എനിക്ക് സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് പത്മിനി, സ്ഥലം ചാവശ്ശേരി. 16 വർഷമായിട്ട് എനിക്ക് അടിവയറ്റിൽ വേദനയായിരുന്നു. ഒരു ഭാഗം മുഴ പോലെ വീർത്തിരിക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞു മൂത്രസഞ്ചി ഇറങ്ങിപ്പോരുന്നത് കൊണ്ടാണെന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ആവില പള്ളിയിൽ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ്റെ ആശീർവാദം വാങ്ങുകയും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ ശക്തമായി ഊതാൻ. ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷം എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. 16 വർഷമായിട്ട് അടിവയറ്റിൽ ഉണ്ടായിരുന്ന വേദന, അതുപോലെ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പോസ് ചെയ്യുമ്പോൾ മൂത്രസഞ്ചി ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവ് എടുത്തു മാറ്റിയത് വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ലിസി മുഞ്ഞനാട്ട്, ഒറ്റത്തയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 വർഷം മുമ്പ് ബ്ലീഡിങ്ങിൻ്റെ അസുഖമായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഡേറ്റ് തന്നു. ഞാൻ ആശുപത്രിയിൽ പോയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് കുർബാനയും ആരാധനയും കൂടി. ആരാധനയുടെ സമയത്ത് ബ്ലീഡിംഗ് ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യമായി. അതുപോലെ തന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന് ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും മാറിക്കിട്ടി. മകളുടെ കല്യാണം ഭംഗിയായി നടന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷന് ഡേറ്റ് കൊടുത്തിരുന്ന അന്ന് ആശുപത്രി പോവാതെ ആവിലയിലേക്ക് ഹല്ലേലൂയ. കർത്താവ് അവിടെ നടക്കേണ്ട ഓപ്പറേഷൻ ഇവിടെ ഫ്രീ ആയിട്ട് നടത്തി കൊടുത്തു. ചേച്ചി പിന്നെ റെസ്റ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ വിട്ടു. ഉറക്കെ വിളിക്കാം. ഈശോയേ. ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഓമന. ഞാൻ ചതിരൂരിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ 2 സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ മകൾക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ തൂക്കം കുറവായിരുന്നു. പിള്ളേരുടെ ICUവിലായിരുന്നു അവൾ. ഒരു കുഴപ്പവുമില്ലാതെ കിട്ടുകയാണെങ്കിൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർച്ച നേർന്നതിൻ്റെ ഫലമായി ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് കുഞ്ഞിനെ അമ്മ ത്രേസ്യ തന്നു. എനിക്ക് നെഞ്ചുവേദനയും പനിയും കൂടുതലായി. അപ്പോൾ ഞാൻ അമ്മ ത്രേസ്യയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അസുഖം മാറ്റിത്തന്നാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ പനി പെട്ടെന്ന് തന്നെ പൂർണ്ണമായി സുഖപ്പെട്ടു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉളിക്കല്ലിൽ നിന്നുമാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങളുടെ മകൾക്ക് 28 വയസ്സായിരുന്നു. വിവാഹാലോചനകൾ പലതും വന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. 2021 മാർച്ചിൽ ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് മാസത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു. അവളുടെ മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി. മകൾക്ക് പ്രസവം ഓപ്പറേഷൻ കൂടാതെ നടത്തി തന്നതിന് ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ കേളകത്തു നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 4-ന് എനിക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു. അതിൽ എക്സ്റേക്ക് പ്രശ്നമുണ്ടെന്നും 5 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് വരുവാനും പറഞ്ഞു.
ഞാൻ മരുന്ന് കഴിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ എക്സ്റേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ മെഡിക്കൽ ഫിറ്റായി കിട്ടിയാൽ ആവിലാപ്പള്ളിയിൽ വന്നുകൊള്ളാമെന്നും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്നും നേർന്നു. പിന്നീട് എനിക്കൊരു കുഴപ്പവും കൂടാതെ ഞാൻ മെഡിക്കൽ ഫിറ്റായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. UK-യിൽ നഴ്സായ എൻ്റെ മകൾ രക്തം ഛർദ്ദിക്കുകയും ഉടനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്യാനും എൻഡോസ്കോപ്പി ചെയ്യാനും പറഞ്ഞു. ഞാൻ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് അച്ഛനോട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്നും അച്ഛൻ പറഞ്ഞു. സ്കാനും എൻഡോസ്കോപ്പിയും ചെയ്തു. അതിൽ യാതൊരു കുഴപ്പവുമില്ല. 4 ദിവസം കഴിഞ്ഞ് ആസ്പത്രി വിട്ട് സുഖമായി വീട്ടിൽ വന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പേര് ബിബിൻ. ഞാൻ ചെമ്മന്തൊട്ടിയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് ചെറുപ്പം മുതലേ സ്വയംഭോഗം ചെയ്യുന്ന ദുശീലമുണ്ടായിരുന്നു. അവൻ്റെ പപ്പ ഇവിടെ വന്ന് വ്യാഴാഴ്ചകൾ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ദുശീലം പൂർണ്ണമായും മാറി. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി, സ്ഥലം കീഴ്പള്ളി. ഞാൻ എൻ്റെ മകൾക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒന്ന്, എൻ്റെ മകൾക്ക് പെട്ടെന്ന് വയറുവേദനയുണ്ടാകുകയും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. ഡോക്ടർ കിഡ്നി സ്റ്റോൺ ആണ്, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ മോൾ സ്കാൻ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകരുതേ. ഞാൻ നിയോഗം എഴുതി കെട്ടിയിടുകയും 33 പ്രാവശ്യം ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും 101 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. തുടർന്ന് സ്കാൻ ചെയ്തപ്പോൾ മോൾക്കൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 2ാമത്തെ സാക്ഷ്യം, മോൻ B2 എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായാൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ അവൻ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ലിസി, ചുങ്കക്കുന്നിൽ നിന്നും വരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ 2.5 വർഷമായി ടീച്ചറായി ജോലി നോക്കുകയായിരുന്നു. 2.5 വർഷമായിട്ടും അപ്പോയിൻമെൻ്റ് ആയില്ല. 2024 മെയ് മാസം ഒരു പോസ്റ്റിൽ 2 ആളുണ്ടെന്ന് പറഞ്ഞു. മോളെ റിജക്റ്റ് ചെയ്തു. മാനേജ്മെൻറ്റ് ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിന് ഏജ് കൂടി പോയത് കൊണ്ടാണ് അപ്പോയിൻമെൻ്റ് ആകാത്തത് കൊണ്ട് ആ പോസ്റ്റിലേക്കാണ് മോളെ നിയമിച്ചത്. മാനേജ്മെൻറ്റ് തുടർന്ന് പഠിപ്പിക്കാൻ അവളോട് പറഞ്ഞെങ്കിലും അവൾ പോവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, എല്ലാം ശരിയാകും, തുടർന്ന് പോയിക്കൊള്ളാൻ. മെയ് 21-നാണ് അച്ഛനെ കാണുന്നത്. മെയ് 25-ന് കോഴിക്കോട് നിന്ന് കോപ്പറേറ്റീവ് മാനേജർ വിളിച്ചു. കോഴിക്കോട് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ അവൾ അവിടെ ജോലി ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, വിഷമിക്കണ്ട, എല്ലാം ഭംഗിയായി നടക്കുമെന്ന്. വിവാഹ സമയമായപ്പോഴേക്കും കൂട്ടുകാരും സഹോദരങ്ങളും എല്ലാവരും വഴി ഭംഗിയായി അവളുടെ കല്യാണം നടന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഒരാൾക്ക് ജോലിയും ഒരാൾക്ക് വിവാഹവും കർത്താവ് നടത്തി കൊടുത്തതിനെ ഓർത്തോർക്കെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേഴ്സി. ഞാൻ മണിക്കടവിൽ നിന്നും വരുന്നു. എൻ്റെ മകൾ ജോസ്മിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ വിദേശത്ത് പോകുന്നതിന് വേണ്ടി മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ശ്വാസകോശത്തിൽ വലിയ 2 തടുപ്പുകൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഈ തടുപ്പുകൾ ഉള്ളതിനാൽ വിദേശത്ത് പോകാൻ സാധിക്കില്ലെന്നും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമത്തിലായി. എൻ്റെ മകൾ റാപ്സനച്ഛൻ്റെ അടുത്ത് വരികയും മെഡിക്കൽ റിപ്പോർട്ട് അച്ഛനെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു,
അച്ഛൻ്റെ കയ്യിൽ ശക്തിയായി ശ്വാസമെടുത്ത് ഊതാൻ പറഞ്ഞു. എന്നിട്ട് ധൈര്യമായി പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് മകൾ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ ശ്വാസകോശത്തിലെ തടിപ്പുകൾ ചെറുതാവുകയും മരുന്നുകൊണ്ട് മാറിക്കൊള്ളുമെന്നും ഡോക്ടർ പറഞ്ഞു. എൻ്റെ മകൾക്ക് ഈ സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ ശ്വാസകോശത്തിലുണ്ടായിരുന്ന 2 തടിപ്പുകൾ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഡെയ്സി. ഞാൻ കുന്നോത്തു നിന്നും വരുന്നു. എനിക്ക് 6 മാസത്തിലധികമായി ശക്തമായ വയർവേദനയായിരുന്നു. ഭയങ്കരമായ ഉദരപീഡ. 3 ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായില്ല. ഞാൻ 3 വ്യാഴാഴ്ചകൾ തുടർച്ചയായി ഇവിടെ വന്ന് പീഡാനുഭവ തിരുമണിക്കൂറിൽ പങ്കെടുത്ത് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിയോഗം എഴുതി കെട്ടിയിട്ടു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. എന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ബന്ധിതനായ ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മോളി. കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ മോള് ദുബായിൽ പോയിട്ട് 5 മാസമായി. ജോലിയൊന്നുമായില്ല. ഞാൻ ആവിലായിൽ വന്ന് അച്ഛനെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. 27 ആഴ്ച ധ്യാനം കൂടാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച മോൾക്ക് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നീനു. ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. ആവില പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് യാതൊരു തടസ്സവുമില്ലാതെ വിസയടിച്ച് വരികയും അടുത്തയാഴ്ച തന്നെ പോകുവാനുള്ള ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. മകൾ പ്രഗ്നൻ്റ് ആയി 3-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ പ്ലാസൻ്റെ താഴെയാണെന്നും ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റെസ്റ്റ് എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ അച്ഛനെ കാണാൻ വരികയും അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ മുകളിൽ വരികയും ചെയ്തു. കുഞ്ഞ് വയറ്റിലിരിക്കുന്ന പൊസിഷനിലാണെന്നും പൊക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ട്, അനക്കം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. 9-ാം മാസത്തെ സ്കാനിങ്ങിൽ പൊസിഷൻ നേരെയായി, പൊക്കിൾ കൊടി ചുറ്റി തന്നെയാണ് ഉള്ളതെന്നും പറഞ്ഞു. അച്ഛൻ തന്ന പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ മകൾക്ക് സുഖപ്രസവം നടത്തുകയും ചെയ്തു. മകൾക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും മകളെ സൗഖ്യപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങൾ ആവർത്തിച്ച്, പ്രത്യേകിച്ച് സഹോദരി ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ക്ലാസിൻ്റെ താഴ്ന്നിരുന്നത് നോർമൽ പൊസിഷനിലായി, കുഞ്ഞ് ഇരിക്കുന്ന പൊസിഷനിലായിരുന്നത് കിടക്കുന്ന പൊസിഷനിലായി, പൊക്കൽ കൊടി ചുറ്റിക്കിടന്നിരുന്നത് അത് ഓക്കെ ആയി. കർത്താവ് പ്രസവം നൽകി അനുഗ്രഹിച്ചു. അവർക്ക് വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിനീത, സ്ഥലം പേരാവൂർ. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് വേണ്ടിയാണ്. മോന് 4 മാസം പ്രായമായി. 2 ആഴ്ച മുമ്പ് പെട്ടെന്നൊരു ദിവസം അവൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയും ചെവിയിൽ ചെറിയ കുരുക്കൾ കാണപ്പെടുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് നല്ല ലക്ഷണമല്ല, ഏതായാലും 5 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞു. കുറഞ്ഞില്ലെങ്കിൽ എക്സ്റേ എടുക്കാമെന്നും പറഞ്ഞു. അന്ന് ബുധനാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം വ്യാഴാഴ്ച ഞാൻ ആവിലായിൽ വന്ന് ആരാധനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു.
അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, അത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെ ആകണമേ എന്ന്. പിന്നീട് 5 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ഇനി ഒരു മരുന്നും വേണ്ട എന്ന്. ഞങ്ങളുടെ കുഞ്ഞിന് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 4 മാസം മാത്രം പ്രായമായിട്ടുള്ള കുഞ്ഞിന്റെ ചെവി പൊട്ടി ഒഴുകി അവിടുന്ന് കുരുക്കളും പഴുപ്പും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ വേദനയുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. കർത്താവ് അത്ഭുതകരമായ കുഞ്ഞിന് അവിടുത്തെ നാമത്തിന്റെ യോഗ്യതയാൽ സുഖപ്പെടുത്തിയതിനെ ഓർത്ത്, അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥത സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി. ഞങ്ങൾ കൊളക്കാട് നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇളയ മകൻ്റെ മകൻ ഇവാൻമോന് പനിയായിരുന്നു. പനി കുറഞ്ഞപ്പോൾ ചെവിയുടെ താഴ്ഭാഗത്ത് നീര് വന്നു. ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ 4 ദിവസം കഴിക്കാൻ മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യാനും രക്തം ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞിട്ടും നീര് കുറഞ്ഞില്ല, കല്ല് പോലെ തന്നെ ഇരുന്നു. ഞങ്ങൾ 16-ാം തീയതി ശുഭരാത്രി ശുശ്രൂഷയിൽ പങ്കെടുത്തു. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ഇവാന്റെ ചെവിയുടെ താഴ്ഭാഗത്ത് അച്ഛൻ ഈശോയുടെ കുഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തടവി. സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ എന്നും പറഞ്ഞു. എന്നിട്ട് ഉമിനീരുകൊണ്ട് തടവിയിട്ട് ഈശോയെ എന്ന് 2 പ്രാവശ്യം വിളിപ്പിച്ചു. ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളോട് തടവി നോക്കാൻ പറഞ്ഞു. ആ കല്ല് പോലെ ഇരുന്ന മുഴ അവിടെ കാണാനേ ഇല്ലായിരുന്നു. സാധാരണ പോലെ തന്നെ അവിടമായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവ് സൗഖ്യം കൊടുത്തു. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് റിജു ജോൺ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ കുവൈറ്റിൽ പോകാനായി ഇൻ്റർവ്യൂ പാസ്സാകുകയും അതിനുവേണ്ടി മെഡിക്കൽ എടുത്തപ്പോൾ എക്സ്റേയിൽ പാച്ചസ് എന്ന് പറഞ്ഞു. ആവിലായിൽ വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിയോഗം എഴുതിയിടുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കഴിഞ്ഞ 19/11/24 തിരുവനന്തപുരത്ത് നിന്നും മെഡിക്കൽ എടുത്തപ്പോൾ ഞാൻ മെഡിക്കൽ ഫിറ്റ് ആവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറയുന്നതിനോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കർത്താവിന് നന്ദി പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജയ. ശ്രീകണ്ഠപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ മകന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുന്നു. മകൻ ജർമ്മൻ പരീക്ഷ പാസ്സാകുവാനും ഇൻ്റർവ്യൂ പാസ്സാകുവാനും വേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൻ പരീക്ഷ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എനിക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇതെഴുതുന്നത്. ഞങ്ങളൊരു സ്ഥലം വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നികുതി അടയ്ക്കാൻ വില്ലേജിൽ ചെന്നപ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു കേസുണ്ടെന്ന് വിവരം അറിയുന്നത്. ഞങ്ങൾ 4.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്തിൻ്റെ ഉടമ ജിയോ എന്നയാളുടെ പക്കൽ നിന്നും സ്ഥലത്തിൻ്റെ പേരിൽ വലിയൊരു തുക കൈപ്പറ്റി എന്നാണ് കേസ്. ഞങ്ങൾ വക്കീലിനെ കണ്ട് സംസാരിച്ചപ്പോൾ കേസ് കൊടുക്കുവാൻ പറഞ്ഞു. പക്ഷേ ഈ കേസ് വിധിയാകാൻ 10-15 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. എങ്കിലും കേസ് കൊടുത്തു. ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് വിവരം പറയുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ആധാരം വെഞ്ചരിച്ച് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയില്ല എന്ന്. ഈശോയുടെ കരുണയാൽ 1 വർഷം തികയും മുമ്പ്
തെളിവുകൾ ഇല്ലാത്തതിനാൽ കള്ളക്കേസായതിനാലും ഞങ്ങൾക്ക് സ്ഥലം തിരികെ ലഭിച്ചു. ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ബന്ധിതനായ ഈശോയ്ക്കും മാവലാമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. എനിക്ക് 2 വർഷത്തോളമായി മൈഗ്രെയിൻ്റെയും സൈനസൈറ്റിസിൻ്റെയും അസഹ്യമായ വേദന വരുമായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചിട്ടും കുറവുണ്ടായില്ല. തലവേദന കാരണം പഠിക്കാൻ പോലും പറ്റിയിരുന്നില്ല. +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാനായി പോകുമ്പോൾ ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു, തലവേദന കാരണം എൻ്റെ പഠനം മുടങ്ങരുതേ എന്ന്. അതുപോലെ സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നതിൻ്റെ ഫലമായി 1 മാസത്തോളമായി എനിക്കിപ്പോൾ തലവേദനയിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ മരിയ റോയിച്ചൻ, ചന്ദനക്കാമ്പാറയിൽ നിന്നും വരുന്നു. എൻ്റെ വയറ്റിൽ ഗ്യാസ്ട്രിക്സ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം പൂർണ്ണമായും സൗഖ്യമായി. അതുപോലെ എൻ്റെ കഴിഞ്ഞ എക്സാമിൽ എല്ലാ വിഷയത്തിനും എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്ന ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിബു, സ്ഥലം കോളയാട്. എൻ്റെ കൈക്ക് വേദനയായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരു കുറവും ഉണ്ടായില്ല. ലൈവ് കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടെ 3 വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിക്കാമെന്ന് നേരുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കൈയുടെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലീലാമ്മ, സ്ഥലം കേളകം. ബന്ധിതനായി ഈശോയോടും മാവിലാമ്മയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മെഡിക്കൽ ക്ലെയിം പാസ്സായി കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി. ഞാൻ മരിയ റോയിച്ചൻ. വിദേശ പഠനത്തിനായി നേരിട്ട തടസ്സങ്ങൾ മാറുന്നതിനായി ആവിലായിൽ വന്ന ബന്ധനസ്ഥനായി ഈശോയുടെ തിരുമുൻപിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓസ്ട്രിയ എന്ന രാജ്യത്ത് A1 PG കോഴ്സ് ചെയ്യാനായി ദൈവം എനിക്ക് അനുഗ്രഹം തന്നതിന് ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. എൻ്റെ പേര് റാണി തോമസ്. ഞാൻ വെളിമാനം ഇടവകയിൽ നിന്നും വരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. ഇസ്രായേലിൽ എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി. ഞാൻ ജർമ്മൻ V2 എക്സാം ഫുൾ മൊഡ്യൂൾ പാസ്സാകുന്നതിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആകെ മൊത്തം 4 അറ്റംപ്റ്റ് എടുത്തു ഞാൻ പാസ്സാകുവാൻ വേണ്ടി. ആദ്യത്തെ എക്സാമിൽ 2 വിഷയം ഞാൻ എഴുതി, അതിൽ ഞാൻ തോറ്റുപോയി. രണ്ടാമത്തെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എഴുതിയ 2 വിഷയവും ഞാൻ പാസ്സായി. ബാക്കി 2 വിഷയങ്ങളും കൂടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെയാണ് എഴുതിയത്. അത് ഞാൻ തോറ്റുപോയി. 4ാമത്തെ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വീണ്ടും ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞാൻ എഴുതിയ എക്സാം മുഴുവൻ മൊഡ്യൂളും പാസ്സായി കിട്ടി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നുവെന്ന് അനിറ്റ മരിയ, അങ്ങാടിക്കടവ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയി. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് മൂക്കിൽ നിന്നും രക്തം വരുന്ന രോഗമായിരുന്നു. BP-യും ഉണ്ടായിരുന്നു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന അച്ഛനെ കണ്ടു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന 101 പ്രാവശ്യവും ചൊല്ലാനും 15 വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ വരാനും അച്ഛൻ പറഞ്ഞു. എൻ്റെ രോഗം അതിനുശേഷം തീർത്തും ഭേദമായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവര് ഒന്ന് കരമുയർത്താവോ? അത് ലഭിച്ചിട്ടില്ലാത്തവരൊന്ന് കരമുയർത്താവോ? പ്രാർത്ഥന കിട്ടിയിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്റ്റാളിൽ നിന്ന് സൗജന്യമായ പ്രാർത്ഥനാ കാർഡ് കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും കാലത്ത് ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയുടെ മുമ്പിൽ സാധിക്കുന്നത് പോലെ ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലി 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു അഭിഷേകമായിരിക്കും. ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നിർദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. മറ്റുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷ്ലി എം ജോസ്. ഞാൻ വെമ്പുവ ഇടവകാംഗമാണ്. എനിക്ക് ലഭിച്ച ഒരനുഗ്രഹത്തിന് സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇതെഴുതുന്നത്. ഞാനൊരു ജോലിക്കായി ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആവിലായിൽ വന്ന് ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും അമ്മ ത്രേസ്യായോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ജോലിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ, ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. പ്രിയപ്പെട്ടവരെ, ബ്രെയിൻ ട്യൂമർ 7 വർഷമായി ഉണ്ടായിരുന്ന ബ്രെയിൻ ട്യൂമർ മാറിയതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. മൈക്കോ. ഞാനെൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. പപ്പയുടെ പേര് ബിജു. ഞങ്ങൾ കരയത്തിൻചാല ഇടവകയിൽ നിന്ന് വരുന്നു. 2017 പപ്പയുടെ ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കണ്ണിൻ്റെ ഡോക്ടറെ ആദ്യം കാണിച്ചു. കണ്ണിൻ്റെ ഡോക്ടർ പറഞ്ഞു കണ്ണിനല്ല, കണ്ണിലേക്ക് വരുന്ന ഞരമ്പിനാണ് പ്രശ്നമെന്ന്. അങ്ങനെ ഞങ്ങൾ AKGയിൽ പോയി കാണിച്ചു. AKGയിൽ നിന്ന് ഡോക്ടർ MRI എടുപ്പിച്ചു. MRI എടുപ്പിച്ചപ്പം നല്ല സൈസുള്ളൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. വെറും 5% വരെ സാധ്യതയുള്ളൂ, വിജയ ശതമാനമുള്ളൂ. അങ്ങനെ കേട്ടപ്പോൾ പപ്പ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഞാൻ പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ആശുപത്രിയുടെ പേര് പറഞ്ഞു. ഒന്ന് മണിപ്പാൽ കസ്തൂർബ ഹോസ്പിറ്റൽ, ഒന്ന് അമൃത ഹോസ്പിറ്റൽ, അതുപോലെ ശ്രീചിത്ര ഹോസ്പിറ്റൽ. ഈ 3 ആശുപത്രിയിൽ എവിടെയെങ്കിലും പോയി നോക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു. റെഫറൽ ലെറ്റർ എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ മണിപ്പാലിലേക്ക് പോയി. മണിപ്പാലിൽ പോയി ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് മുഴ വന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടിയിട്ട് തലയിൽ മുഴ രൂപപ്പെടുക ചെയ്തത്. അങ്ങനെ ആ മുഴ കാരണം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1-2 കൊല്ലം നല്ല കുറവുണ്ടായിരുന്നു. പപ്പയുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. പിന്നെ അങ്ങോട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം മുഴ പിന്നെ MRI സ്കാൻ ചെയ്ത് നോക്കുമ്പം മുഴ കുറയുന്നില്ല, അതുപോലെ നിൽക്കുന്നു. 2020 മുതൽ മുഴയ്ക്ക് സൈസിന് മാറ്റം വരുന്നില്ല. ഡോക്ടർ ഓരോ വർഷവും MRI ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. MRIയിൽ ഇങ്ങനെ തന്നെ കാണിക്കുന്നു. അവസാനം 2024 ജനുവരിയിൽ MRI ചെയ്തപ്പം ഡോക്ടർ അന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി, ഈ ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നുകൊണ്ട് വല്ല കാര്യമൊന്നുമില്ല, ഇനി ഓപ്പറേഷനേ വഴിയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരെ ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് വിട്ടു. ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് പോയപ്പം ഡോക്ടർ മുഴയുടെ MRI റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു ഇത് നല്ല സൈസുള്ള മുഴയാണ്, മൂക്കിക്കൂടെ ഓപ്പറേഷൻ ചെയ്യത്തില്ല, തല തുറന്നുള്ള ഓപ്പറേഷനേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഇപ്പം ചെയ്യണ്ട, ഭയങ്കര റിസ്ക് ഉള്ള ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഇപ്പം ചെയ്യണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അങ്ങനെ 3 മാസം കൂടുമ്പം കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. ഞങ്ങൾ ഈ തവണ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 18-ാം തീയതി അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനന്നേരം പറഞ്ഞു, പേടിക്കണ്ട, ഈശോ സുഖപ്പെടുത്തും, മരുന്ന് വേണ്ടാത്ത രീതിയിൽ ഈശോ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് വിശ്വസിച്ചു. അച്ഛൻ 48 മണിക്കൂർ ധ്യാനത്തിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് ഇട്ട് തന്നു. ഞങ്ങൾക്ക് അതുപോലെ 33 തവണ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന തന്നു. ഞങ്ങളത് ചെയ്തു. ഞങ്ങൾ ഈ തവണ നവംബർ 21-ാം തീയതി വീണ്ടും MRI ചെയ്തു. MRI ചെയ്തപ്പം മുഴ, വലിയ സൈസ് ഉണ്ടായിരുന്ന മുഴ, ഒരിക്കലും ചുങ്ങൂലാന്ന്, മരുന്നുകൊണ്ട് ചുങ്ങൂലാന്ന് ഡോക്ടർമാർ കൽപ്പിച്ച മുഴ, അത് നല്ലപോലെ കുറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സർജറിയുടെ ആവശ്യമില്ല, മരുന്നും അധികം താമസിക്കാതെ നിർത്താം. 6 ഗുളികയായിരുന്നു ആഴ്ച ഉണ്ടായിരുന്നത്. 6 ഗുളിക എന്നുള്ളത് ഇനി ആഴ്ചയിൽ 3 ഗുളിക 2 മാസത്തേന് കഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് 2 മാസത്തേന് 2 ഗുളിക കഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് പതിയെ നിർത്താൻ തന്നെ ഡോക്ടർ പറഞ്ഞു. മരുന്നുകൊണ്ട് മാറാത്ത മുഴ മരുന്നുകൊണ്ട് തന്നെ മാറി. പിന്നെ അതുപോലെ എനിക്കൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എനിക്ക് 2 പേരുടെ മുന്നിൽ നിന്നിട്ട് വായിക്കാൻ പോലും ധൈര്യമില്ലാത്തതാണ്. ഞാനാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര പ്രാവശ്യം MRI എടുത്തു? 2019 മുതൽ എല്ലാ കൊല്ലവും MRI ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 പ്രാവശ്യം MRI ചെയ്തിട്ടുണ്ട്. 8-9 പ്രാവശ്യത്തോളം ചേട്ടന് ഓർമ്മയുണ്ട്. 9 പ്രാവശ്യത്തോളം MRI ചെയ്തിട്ടുണ്ട്. അതിൽ 8 പ്രാവശ്യം MRI ചെയ്തപ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ മുഴ വലുതായി ഓപ്പറേഷൻ ചെയ്താൽ അത് വീണ്ടും വലിയ തലയോട്ടി തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ അത് ചെയ്താൽ തന്നെ സ്ഥിതി കൂടുതൽ അപകടമാകും അല്ലേ? അപ്പൊ പോകുന്നിടത്തോളം പോകട്ടെ, അങ്ങനെ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? മരിക്കുന്നിടത്തോളം ജീവിക്കട്ടെ അല്ലേ? കണ്ണിന് കാഴ്ച പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് വിട്ട, അതായത് മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന്, അങ്ങനെയാണ് ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഇവരോട് പറയുന്നത്, പോകുന്നിടത്തോളം പോകട്ടെ, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി വിട്ടു. ഓഗസ്റ്റ് 18-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എന്നാണ് പോയത്? ആശുപത്രിയിൽ പോയത് നവംബർ 21. 2 മാസം കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ 21-ാം തീയതി വീണ്ടും ഇവര് തന്നെ പോയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഒരു MRI കൂടി എടുക്കണമെന്ന്. ഞങ്ങളോട് ജനുവരി അടുത്ത വർഷം ജനുവരിയിൽ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞു ഡോക്ടറോട്, ഞങ്ങൾ MRI ചെയ്യാൻ തയ്യാറാണ്, പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമോ എന്ന് ചോദിച്ചു. ആദ്യം എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ന്യൂറോ സർജൻ്റെ അടുത്ത് പോയി ചോദിച്ചോ, അവിടെ നിന്ന് MRIക്ക് എഴുതി തരുവാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ന്യൂറോ സർജൻ്റെ അടുത്ത് പോയപ്പം ന്യൂറോ സർജൻ അന്ന് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. അന്ന് സർജറിയുടെ ദിവസമായിരുന്നു. ഞങ്ങളവിടെ കാത്തിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് എഴുതി തന്നു. പുള്ളി ഉച്ചയ്ക്ക് വന്നു, ഞങ്ങൾക്ക് എഴുതി തരുകയും ചെയ്തു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ പരിശോധിച്ചപ്പോൾ 7 വർഷമായിട്ടുണ്ടായിരുന്ന ബ്രെയിൻ ട്യൂമർ കർത്താവ് എടുത്തു മാറ്റി. സഹോദരൻ ഇതിനിടയിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിൽ 48 hours റിട്രീറ്റ് എന്ന് പറയുന്ന ആ വചന ശുശ്രൂഷ, ഇപ്പോൾ അത് ഏകദേശം 247 വീഡിയോസ് ഇപ്പോൾ അതിലുണ്ട്. ആ വചനങ്ങൾ വീട്ടിൽ കിടന്നുകൊണ്ട് കേട്ടു, വചനം കേട്ടുകൊണ്ടിരുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഉറക്കെ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. എൻ്റെ പേര് വത്സമ്മ. ഞാൻ പൈസക്കരി ഫൊറോനയിലെ മുത്താർക്കുളം ഇടവാങ്കിയാണ്. ഇതെൻ്റെ ഭർത്താവാണ് തോമസ്. തോമസിന് 2018 മഞ്ഞപ്പിത്തം വരികയും അതുകൂടി ഫാദർ മുള്ളേഴ്സിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പം ലിവറിന് കാര്യമായി ബാധിച്ചു. ലിവറിനെ ബാധിച്ച് അവർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അന്നേരം കൗണ്ട് തീരെ കുറവായിരുന്നു.
അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യാൻ പറ്റൂല, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെ 18-ാം തീയതിയാണ് ഞങ്ങൾ അഡ്മിറ്റ് ആകുന്നത്. 25-ാം തീയതി വരെ ഞങ്ങൾ അവിടെ ആസ്പത്രിയിലായിരുന്നു. അവിടുന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ പോക്കോ. എന്നാന്ന് ചോദിച്ചാൽ ഒരു കാര്യവും ഇല്ല, അവിടെ കടന്നിട്ട് കൂടിപ്പോയ 2-3 ദിവസമേ അവിടെ കടക്കാൻ ജീവിച്ചിരിക്കുള്ളൂ ആള് എന്നാണ് അവർ പറഞ്ഞത്. കാരണം 2017 പറഞ്ഞതാണ് 2-3 ദിവസം കൂടി ജീവിക്കുള്ളൂ അല്ലേ? 2017 പറഞ്ഞത് 2-3 ദിവസമേ ജീവിച്ചിരിക്കുള്ളൂ. കാരണം അത്രയും ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നെ ലിവറിനെ വല്ലാണ്ട് ബാധിക്കുകയും ചെയ്തു. തന്നെയല്ല, ഈ സ്പ്ലീൻ എന്ന് പറഞ്ഞൊരു അവയവം അത് 22 സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നല്ല ഇതിലായിരുന്നു. അന്നേരം അവർ പറഞ്ഞു 2-3 ദിവസം ജീവിച്ചിരിക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പിള്ളേരെയൊക്കെ ഒന്ന് കാണിച്ച് തമ്പുരാന് വല്ല അനുഗമയം തോന്നി കുറച്ച് കാലം കൂടി ജീവിക്കാൻ തമ്പുരാൻ അനുവദിച്ചെങ്കിലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വിട്ടു. ഞങ്ങൾ അന്ന് വന്നു. അന്ന് ഒരു രാത്രി 12 മണി ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് പുള്ളിക്കാരന് അസുഖം കൂടി പയ്യാവൂര് മേഴ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ആദ്യം അവിടെ എടുക്കാൻ അവർക്ക് സമ്മതമല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കി. അവിടെ കുറേ നാൾ കടന്നു. അങ്ങ് വീട്ടിൽ പോകും, തിരിച്ച് ഹോസ്പിറ്റലിൽ വരും, അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് ഇങ്ങനെ കുറച്ച് ഒരു ആശ്വാസം പോലെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2018 പുള്ളിക്കാരന് വയറ്റിൽ വെള്ളം കെട്ടാൻ തുടങ്ങി. അത് വല്ലാണ്ട് വയറ്റി വേദനയായി. പിന്നെ വേദന എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് തൊടാനോ ഒന്ന് വേദന വരുമ്പോൾ തൂത്ത് തരാൻ പറയും. തൂത്ത് കൊടുക്കുമ്പോൾ പറയും തൊടലേന്ന് പറയും. അതുപോലെ വേദനയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വരും, ആശുപത്രി പിന്നെയും പോകും, പിന്നെയും വീട്ടിൽ വരും. ഇത് തന്നെ പരിപാടി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം 2-3 മാസം ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടർച്ചയായിട്ട് ഹോസ്പിറ്റലിൽ പോകും, വീട്ടിൽ വരും, ഇങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ആവിലാപ്പള്ളി പോയി അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും ഒരു ആഗ്രഹം വന്നു, പിന്നെ അച്ഛനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ വയറ്റിൽ ഈ പഴുപ്പ് കെട്ടാൻ തുടങ്ങിയായിരുന്നു. 2-3 കുപ്പി വെള്ളം കുത്തിയെടുത്തായിരുന്നു. അത് കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് വെള്ളം വരുന്നില്ല, അത് നിന്നുപോയി, വെള്ളം വരുന്നില്ല, പിന്നെ അത് നിന്നുപോയി. പിന്നെ അത് ആദ്യത്തെ കഴിഞ്ഞും കഷ്ടമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ എന്തൊക്കെയോ ചെയ്ത് വയറ്റിൽ കുത്തിയെടുത്ത് പഴുപ്പ് വരാൻ തുടങ്ങി. പഴുപ്പ് വന്നു കുറേ പഴുപ്പ് പോയി. പഴുപ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വേദനയും വിഷമമൊക്കെ ആയിരുന്നു. അന്നേച്ച് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞ് പുള്ളിക്കാരനും മനസ്സിലാഗ്രഹം തോന്നി. എന്നാൽ പിന്നെ എനിക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ വയറ്റിലൊരു ബാഗ് പോലെ ഇങ്ങനെ സംഭവം കെട്ടുന്നുണ്ടായിരുന്നു, ഈ പഴുപ്പ് പുറത്തോട്ട് ഒഴുകുന്നുണ്ട്. അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം മനസ്സിലാഗ്രഹം തോന്നി. ആ നിമിഷം പഴുപ്പിൻ്റെ ശക്തി കുറയുകയും പിന്നെ അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾക്ക് ഇവിടെ അച്ഛനെ കാണാൻ പറ്റിയില്ല. അന്ന് ഇവിടെ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഇവിടെ ഈ ബാഗ് വെറുതെ ഒന്ന് കെട്ടിക്കൊണ്ടു. കാരണം പഴുപ്പ് നിന്നായിരുന്നു, 1-2 തുള്ളിയേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഇനി വരികയല്ല, ഇനി ഒരിക്കലും പഴുപ്പ് വരികയാലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ പഴുപ്പ് വരികയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇല്ല. പ്രിയപ്പെട്ടവരെ, വയറ്റിൽ നിന്ന് പഴുപ്പ് വളരെ ദുർഗന്ധമൊക്കെ ഉള്ള അല്ലേ? ഭയങ്കര മണമായിരുന്നു. മണത്തിന് തന്നെയല്ല, വേദന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വയറ്റിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരുമ്പോൾ ആ പഴുപ്പ് കളക്ട് ചെയ്യാനുള്ള ബാഗ് കെട്ടിയിട്ടാണ് സഹോദരൻ 2018 ഇവിടെ വരുന്നത്. 2018 വരുന്നത്, അതായത് കുഴി വെട്ടിവെച്ചോ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ നിന്ന് ആദ്യം പറഞ്ഞതുപോലെ 2-3 ദിവസം കൂടെ ജീവിക്കുള്ളൂ, വീട്ടുകാരെയൊക്കെ വീട്ടിൽ പോയി കണ്ടോ എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. ആ അവസ്ഥയിൽ നിന്ന്, പഴുപ്പ് വരുന്ന അവസ്ഥയിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും പഴുപ്പ് വന്നില്ല. പിന്നീട് സൗഖ്യത്തിന്റെ നാളുകളായിരുന്നു. പിന്നെ ഓരോ ദിവസവും സൗഖ്യപ്പെട്ട് അങ്ങനെ കുഴി വെട്ടിവെച്ചോ എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പോൾ റബ്ബർ വെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നുണ്ട്, റബ്ബർ വെട്ടുന്നുണ്ട്. അന്ന് 7 കൂട്ടം മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. കുഴി വെട്ടി നിർത്തി, ഇപ്പൊ റബ്ബർ വെട്ടുകയാണ്. അവരവിടുന്ന് ഒരു വലിയൊരു ബോട്ടിൽ ട്രിപ്പ് വിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചാണ് അവർ ഫാദർ മുള്ളേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നത്. കാരണം ആംബുലൻസിനാണ് വിടുന്നത്. അന്ന് അവർ പറഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ വേദന ഇപ്പോൾ കുറയും, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പഴയ പോലെ തന്നെ വേദന വരും, ആ വേദനയോട് കൂടി ആള് പോകും എന്നാണ് അവർ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, സാധാരണ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ആംബുലൻസിൽ പോകുന്നത്. ഇത് ചേട്ടനെ അവിടെ നിന്ന് തിരിച്ചു വിട്ടത് ആംബുലൻസിലാണ്. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വേദന ഉണ്ടാവും, അതോടുകൂടി ആള് പോകുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ റബ്ബർ വെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ